മഹാനായ സയ്യിദ് അലിയുൽ ഉജ്ഹുരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ എന്നുള്ളത് ആശുറാഇന്റെ അന്ന് ഒരാൾ 70 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ അക്കൊല്ലം ഷെറുകൾക്ക് അള്ളാഹു അവനിക്ക് മതിയാകുന്നതാണ് എന്ന്. അഥവാ അക്കൊല്ലം അവനിക്കൊരു ഷെറുകളും ഏൽക്കുകയില്ല, റബ്ബിന്റെ കാവലുണ്ടാകുമെന്ന്. മാത്രമല്ല പല പണ്ഡിതന്മാരും ഈ ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ എന്നുള്ള ദിക്ർ 70 പ്രാവശ്യം ആശുറാഇന്റെ അന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് മഹത്വങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ ദിക്ർ 70 തവണ ചൊല്ലിയതിന് ശേഷം ഈ സ്ക്രീനിൽ കൊടുക്കുന്ന ദുആ 7 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അക്കൊല്ലം അവൻ മരിക്കുകയില്ല എന്ന് മഹാനായ സയ്യിദ് ഗൗസുല്ലാഹ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരാൾക്ക് മരണാവധി എത്തിയ ഒരാളാണ് എങ്കിൽ ഇത് ചൊല്ലാനുള്ള തൗഫീഖ് അള്ളാഹു അവൻക്ക് കൊടുക്കുകയുമില്ല എന്നും മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ ഈ ദിക്റും ഈ ദുആയും ചൊല്ലുക. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ആശുറാഇന്റെ അന്ന് ഒരാൾ 100 തവണ ഖുൽ ഹുവല്ലാഹ് സൂറത്ത് അഥവാ ഇഖ്ലാസ് സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നളറ റഹ്മാനു ഇലൈഹി, അള്ളാഹു അവനിലേക്ക് നോക്കുന്നതാണ്. വമൻ നളറ റഹ്മാനു ഇലൈഹി ലാ യുഅദ്ദിബുഹു അബദാ, ഒരാളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അള്ളാഹു അവനെ ശിക്ഷിക്കുകയില്ല എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് ഈ മുഹറമത്തിലെ ആശുറാഇന്റെ അന്ന് കഴിയുന്നവരൊക്കെ 100 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇരുലോകത്തും വിജയിപ്പിക്കുമാറാവട്ടെ. നിങ്ങളുടെ ഖൈറായ പ്രാർത്ഥനയിൽ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ഒരു ഇടം നൽകണമെന്ന് പ്രത്യേകിച്ച് ത്വയ്ബാനന്ദം ചാനലിലെ മുഴുവൻ കുടുംബാംഗങ്ങളെയും ഓർക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇരുലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ ചേർക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.